എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 6-ലെ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ടി സുനന്ദാമ. ടി സുനന്ദാമയാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാത്തത്. AV കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ എന്നിവരെല്ലാം കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. 1932 നിയമലംഘന പ്രസ്ഥാന കാലത്ത് 2 മാസം പ്രായമായ കുട്ടിയോടൊപ്പം വെല്ലൂർ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ചത് AV കുട്ടിമാളു അമ്മയാണ്. AV കുട്ടിമാളു അമ്മയാണ് 1932 നിയമലംഘന പ്രസ്ഥാന കാലത്ത് 2 മാസം പ്രായമായ കുട്ടിയോടൊപ്പം വെല്ലൂർ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ചത്. തിരുവിതാംകൂറിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീനാണ്. ആനി മസ്ക്രീനാണ് കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ആണ് ആൻസർ, ഉറുദു പത്രം. ഉറുദു പത്രമാണ് വന്ദേ മാതരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ജോൺ ലോക്ക്. ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്നത്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന വാക്കുകൾ തോമസ് പെയിൻ്റേതാണ്. തോമസ് പെയിൻ്റെ വാക്കുകളാണ് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന വാക്കുകൾ. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായിരുന്നു ജോർജ് വാഷിങ്ടൺ. ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, സൺ യാത്സെന്നിൻ്റെ തത്വങ്ങൾ ഏവ? ഓപ്ഷൻ സി ആണ് ആൻസർ, 1, 2, 3. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയായിരുന്നു സൺ യാത്സെന്നിൻ്റെ തത്വങ്ങൾ. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 193. 193 അംഗങ്ങളാണ് UN-ൽ ഇപ്പോൾ ഉള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, നാങ്കിങ് ഉടമ്പടി. നാങ്കിങ് ഉടമ്പടിയാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നത്. വിവിധ മർദ്ദമേഖലകളാണ് താഴെ തന്നിരിക്കുന്നത്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മർദ്ദമേഖലയാണ്. വൻതോതിൽ വായു മുകളിലേക്ക് ഉയർന്നു പോകുന്നതുകൊണ്ട് ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല, ടോൾ ഡ്രം എന്നറിയപ്പെടുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മർദ്ദമേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. വൻതോതിൽ വായു മുകളിലേക്ക് ഉയർന്നു പോകുന്നതുകൊണ്ട് ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല, ടോൾ ഡ്രം എന്നറിയപ്പെടുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല ധ്രുവത്തിനോട് ഏറെ അടുത്തായതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പ് ഏറെയാണ്. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് കോറിയോലിസ് ബലമാണ്. ധ്രുവത്തിനോട് ഏറെ അടുത്തായതിനാൽ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിൽ വായുവിന് തണുപ്പ് ഏറെയാണ്. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് കോറിയോലിസ് ബലമാണ്. ഉപദ്രവീയ മേഖലയ്ക്ക് ഉടനീളം ന്യൂനമർദ്ദമായിരിക്കും. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാൽ ഈ മേഖലയിൽ സദാ ഉച്ചമർദ്ദമായിരിക്കും. വർഷം മുഴുവനും കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാൽ ഈ മേഖലയിൽ സദാ ഉച്ചമർദ്ദമായിരിക്കും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ
ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ. സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്നതാണ് പെരിഹീലിയൻ അഥവാ സൂര്യസമീപനം. ജനുവരി 3-നാണ് സംഭവിക്കുന്നത്. സൂര്യസമീപനം അഥവാ പെരിഹീലിയൻ സംഭവിക്കുന്നത് ജനുവരി 3-നാണ്. സൂര്യനും ഭൂമിയും അകലെയായി കാണപ്പെടുന്നതാണ് അപ്ഹീലിയൻ അഥവാ സൂര്യോച്ചം. ജൂലൈ 4-ആണ് അപ്ഹീലിയൻ അല്ലെങ്കിൽ സൂര്യോച്ചം സംഭവിക്കുന്നത്. 9-ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആർദ്രത. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. 10-ാമത്തെ ക്വസ്റ്റ്യൻ. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഹൈദരാബാദ്. ഹൈദരാബാദാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം. 11-ാമത്തെ ക്വസ്റ്റ്യൻ. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ. കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. കാക്കിനാട മുതൽ പുതുച്ചേരി വരെയാണ് ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 1 ഗംഗാ നദിയിലാണ്. അലഹബാദ് മുതൽ ഹാൽദിയ വരെ 1620 കിലോമീറ്റർ. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ്. സാദ്യ മുതൽ ധുബ്രി വരെ 891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ അല്ലെങ്കിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. 205 കിലോമീറ്ററാണ്. ദേശീയ ജലപാത 4 കാക്കിനാട് മുതൽ പുതുച്ചേരി വരെയാണ്. ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന്. ദേശീയ ജലപാത 5 ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ. 12-ാമത്തെ ക്വസ്റ്റ്യൻ. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 66.5 ഡിഗ്രി. 66.5 ഡിഗ്രിയാണ് പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലെ ചെരിവ് 66 ഡിഗ്രിയും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബതലത്തിലെ ചെരിവ് 23.5 ഡിഗ്രിയുമാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലെ ചെരിവ് 66 ഡിഗ്രിയും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബതലത്തിലെ ചെരിവ് 23.5 ഡിഗ്രിയുമാണ്. 13-ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ദേശീയ കുടുംബാരോഗ്യ സർവേ. ദേശീയ കുടുംബാരോഗ്യ സർവേയാണ് NSSOയുടെ ഭാഗമല്ലാത്തത്. തൊഴിലില്ലായ്മ സർവേ, ഉപഭോക്തൃ ചെലവ് സർവേ, സാമ്പത്തിക സെൻസസ് എന്നിവ ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSOയുടെ ഭാഗമാണ്. 14-ാമത്തെ ക്വസ്റ്റ്യൻ. ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ? ഓപ്ഷൻ ബി ആണ് ആൻസർ. വ്യവസായ ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. വ്യവസായ ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ് ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. 15-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 3-ാം പഞ്ചവത്സര പദ്ധതി. 3-ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. 16-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ. 17-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തതേത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നതാണ് നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്.
മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു. പരിപാടികളും സംരംഭങ്ങളും നടപ്പാക്കുന്നതിന് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു എന്നതെല്ലാം നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരുന്നതാണ്. മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു. പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു.